നാഥൻ നോമ്പേറ്റാൻ മരുവിൽ 40 ദിവസം ഖലനാം സാത്താനെ വെന്നാൻ ദുഷ്ടൻ മേൽ വിജയം നേടാൻ നോമ്പിനെ ഞങ്ങൾ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, യേശു തമ്പുരാൻ്റെ പീഡാ സഹന മരണ ഉത്ഥാനത്തിലൂടെ നേടിത്തന്ന രക്ഷയെ അനുസ്മരിച്ചുകൊണ്ട് ഒരു വലിയ നോമ്പ് കാലഘട്ടം കൂടി കടന്നു വന്നിരിക്കുകയാണ്. വചനദീപ്തിയിലൂടെ യേശുവിൻ്റെ രക്ഷാകര വ്യാപാരത്തെ ചിന്തിക്കുവാനും ആത്മശോധനകൾക്ക് വിധേയമാക്കുവാനും ജീവിതത്തിൽ പരിവർത്തനങ്ങൾ വരുത്തുവാനും ദൈവം വീണ്ടും നമ്മെ വിളിച്ചിരിക്കുന്നു. വലിയ നോമ്പ് ത്യാഗത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും അനുഭവം തന്നെ നമുക്ക് നൽകുക. യേശുക്രിസ്തു തൻ്റെ ത്യാഗത്തിലൂടെയും തൻ്റെ ജീവൻ്റെ പങ്കുവയ്ക്കലിലൂടെയും നമുക്ക് രക്ഷ സാധ്യമാക്കി തന്നു. വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നുവെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെപ്പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി. നമ്മുടെ ജീവിതത്തിൽ രക്ഷയുടെ അനുഭവം ലഭിക്കുന്നത് ക്രിസ്തുവിനെ പോലെ ശൂന്യപ്പെടുമ്പോഴാണ്. എളിമയുടെ തലങ്ങളിൽ ദൈവത്തിന് കൃപ ദർശിക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മിൽ നിന്നും മാറ്റപ്പെടേണ്ട തിന്മകളെ ഉന്മൂലനം ചെയ്യുമ്പോൾ ഈ ശൂന്യവൽക്കരണത്തിൻ്റെ തലത്തിലേക്ക് നാമും എത്തിച്ചേരുന്നു. അവിടെ ദൈവത്തിന് കൃപ വന്നു നിറയുന്നു. ആ കൃപയോ തൻ്റെ പുത്രനായ ക്രിസ്തു നേടിത്തന്ന രക്ഷയുടെ കൃപ തന്നെ. ആകയാൽ പ്രിയമുള്ളവരെ, ഈ നോമ്പുകാലം ത്യജിക്കലിൻ്റെയും ശൂന്യവൽക്കരണത്തിൻ്റെ ദിനങ്ങളായി മാറ്റാം. അതിലൂടെ രക്ഷ സാധ്യമാക്കിയെടുക്കാം. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. 40 ദിവസം ഖലനാം സാത്താനെ വെന്നാൻ ദുഷ്ടൻ മേൽ വിജയം നേടാൻ നോമ്പിനെ ഞങ്ങൾ കായുധമായി